ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ നട്ടു വളർത്തുന്ന ഔഷധച്ചെടികളിൽ 5 എണ്ണത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം ഒന്നാമതായി കാണിക്കുന്ന ഈ കല്ലുരുക്കി എന്നറിയപ്പെടുന്ന ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇലകൾ നല്ല കട്ടിയോടുകൂടിയ ഇലയാണ്. മാത്രമല്ല ചിരവനാക്ക് പോലെ അത്യാവശ്യം നീളത്തിൽ. ഞാനപ്പോൾ അതിൻ്റെ നീളം ഞാൻ കാണിച്ചു തരാം. നീളത്തിൽ ആണ് ഇതിൻ്റെ ഇല, നല്ല തിക്നെസ്സാണ് ഇലകൾക്ക്. ഇലയുടെ അറ്റത്താണ് ഇതിൻ്റെ കുഞ്ഞു ബേബി പ്ലാന്റുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ചെടിയുടെ ഇലകൾ 7 ദിവസം അരച്ച്, ഒരു ദിവസം ഒരു ഇല എന്ന തോതിൽ അരച്ച് അത് നന്നായി അരിച്ചെടുത്ത് കുടിക്കാനാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള മൂത്രസഞ്ചിയിലൊക്കെ കല്ലുണ്ടെങ്കിൽ ആ കല്ലിനെ അത് ഉരുക്കി കളയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ കല്ലുരുക്കി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു ഇലയുടെ നീളം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ ഇത്രയും നീളം വരുന്നുണ്ട് ഈ ഒരു ഇലക്ക്. അതിൻ്റെ അറ്റത്ത് കുഞ്ഞു ബേബി പ്ലാന്റ് വന്നിട്ടുണ്ട്. മാത്രമല്ല അതിനൊരു വെളുത്ത പൊടി അതിൻ്റെ ഇലകളിൽ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട്. രണ്ടാമതായി കാണിക്കുന്നതാണ് കൃഷ്ണകാന്തി. അപ്പോൾ അതാണ് കൃഷ്ണകാന്തി. ഇതിലുണ്ടാകുന്ന പൂക്കൾക്ക് ആ ഒരു നീല കളറാണ്. അതുകൊണ്ടാണ് ഈ ചെടിക്ക് കൃഷ്ണകാന്തി എന്ന പേര് കിട്ടാനുള്ള കാരണം. ഈ കൃഷ്ണകാന്തി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇതിൻ്റെ ഇലകൾ നമ്മൾ അരച്ച് ചേർക്കുന്നു. നന്നായി തലമുടി വളരാനും തലക്ക് നല്ല തിക്നെസ്സും അതുപോലെ നല്ല ബ്ലാക്ക് കളറും ഈ ഒരു ഇല നമ്മൾ ഹെയർ ഓയിലിൽ ചേർക്കുമ്പോൾ നമുക്കതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വളരെ കൂടുതലായിട്ട് വളർത്തിയൊരു ഹാങ്ങിങ് പോട്ടിലാണ് കേട്ടോ. അതാണിപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഹാങ്ങിങ് പോട്ടിലൊക്കെ ഈ ചെടി നന്നായി വളരും. നല്ല നീല കളറുള്ള പൂക്കളുള്ളത് കൊണ്ട് നമ്മളിതൊരു പൂച്ചെടിയായും വളർത്തും. അതുപോലെ തന്നെ ഔഷധച്ചെടിയായും നമുക്കിതിനെ വളർത്തിയെടുക്കാം. അപ്പോൾ അതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് മറ്റൊരു ചെടിയാണ്. ഇതിൻ്റെ പേരാണ് മുത്തിൽ എന്നാണിത് പറയുന്നത്. 3 ഇനം മുത്തിളാണ്. അതിൽ 2 ഇനം എൻ്റെ അടുത്തുണ്ട്. ഇതിൽ ആദ്യം കാണിക്കുന്നത് ഈ ഒരു മുത്തിളാണ്. പപ്പടം പോലെ വട്ടത്തിലാണ് ഈ ഒരു മുത്തിളിൻ്റെ ഇലയുടെ ആകൃതി. ഈ മുത്തിൽ നമ്മൾ ബ്രഹ്മയൊക്കെ ഉപയോഗിക്കുന്നതിന് സമാനമാണ് ഈ മുത്തിൽ. അതായത് ശരീരത്തിലുള്ള വിഷാംശങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു. ഇത് നമ്മൾ ചമ്മന്തിയായും അതുപോലെ ഇലക്കറിയായും ഒക്കെ അകത്തേക്ക് കഴിക്കാവുന്നതാണ്. അടുത്തതാണ് നീലാമരി. ഈ നീലാമരിയുടെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തതുകൊണ്ട് തന്നെ നീലാമരിയെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ഇതാണ് നീലാമരി. ഇത് നമ്മുടെ തലമുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ വേണ്ടി, അതുപോലെ തലമുടി നന്നായി വളരുന്നതിനും നമ്മൾ ഇലയാണ് ഇതിൻ്റെ ചേർക്കുന്നത്. ഓയിലുണ്ടാക്കുമ്പോൾ, ഹെയർ ഓയിലുണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർക്കുന്നു. മാത്രമല്ല ഇല മാത്രമായി അരച്ചെടുത്ത് മെഹന്തിയൊക്കെ ഇടും പോലെ തലയിൽ നന്നായി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തലമുടി നന്നായി കറുത്ത കളറായി കിട്ടും. കേശവർദ്ധിനിയാണ് ഈ കാണിക്കുന്നത്. ഇതിൻ്റെ പൂവോട് കൂടിയ ടൈമിൽ ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കേശവർദ്ധിനി ചേർക്കുന്നുണ്ട്. തലമുടി നന്നായി വളരാനും തലക്ക് നല്ല തണുപ്പ് കിട്ടാനും അതുപോലെ ഉറക്കം കിട്ടാനും ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ കേശവർദ്ധിനി ചേർക്കുന്നു. ഇതാണ് പൊന്നാംകണ്ണിച്ചീര എന്ന് പറയുന്നത്. നമ്മളിത് ഒരു ഉപ്പേരിയായിട്ടും അതുപോലെ കറിയായും കഴിച്ചാൽ നമ്മുടെ കണ്ണിനെ പൊന്നാക്കും എന്നാണ് പറയുന്നത്. കണ്ണിനെ പൊന്നാക്കും എന്ന് പറയുന്നത് കണ്ണിന് നല്ല കാഴ്ച കിട്ടും. ഈ പൊന്നാംകണ്ണിച്ചീര നമ്മൾ കറിയായും അതുപോലെ തന്നെ ഉപ്പേരിയായും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഓരോ ചെടികളും ഇപ്പോൾ സെയിലിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ആവശ്യക്കാർക്ക് ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേത് ചെടി വേണമെങ്കിലും ഇപ്പോൾ ആവശ്യപ്പെടാവുന്നതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നീലാമരിയുടെ ഹെയർ ഓയിലും ഇപ്പോൾ റെഡിയാണ്. ഓക്കെ.